2020 ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. 29 റൺസിനാണ് അമേരിക്കയെ തോൽപ്പിച്ചത്. ഇന്ത്യക്കായി മുഹമ്മദ് സിറാജ് 3 വിക്കറ്റ് വീഴ്ത്തി. ബാറ്റിംഗിൽ തകർന്ന ഇന്ത്യക്ക് 82 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് രക്ഷകനായത്. ജയേഷ് പുക്കോട്ടൂർ വിവരങ്ങളുമായി മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുകയാണ്. ജയേഷ്, ഗംഭീര തുടക്കം എന്ന് പറയാമോ എന്നറിയില്ല. കാരണം ഒരുപക്ഷെ കരുത്തരായ ഇന്ത്യ ഇതിനേക്കാൾ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കും എന്ന് നമ്മൾ കരുതിയിരുന്നു. താരതമ്യേന ദുർബലരായിരുന്നു അമേരിക്ക. അവർക്ക് മേൽ ഇങ്ങനൊരു വിജയമുണ്ടെങ്കിൽ കൂടി അതൊരു വലിയൊരു ആധികാരിക വിജയമാണെന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള വിജയമല്ല എന്ന നിരാശയുണ്ടോ ജയേഷ്? റിജിത് ആര്യ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം T20 ലോകകപ്പിന് തൊട്ട് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ലോകകപ്പിനെത്തുന്ന 20 ടീമുകളും ഏറ്റവും മികച്ചത് തന്നെയാണ്, ഒരു ടീമുകളെയും എഴുതിത്തള്ളാനില്ല എന്നുള്ളതാണ്. ആ വസ്തുത, ആ വാക്കുകൾ സത്യമെന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു USA പ്രകടനം. ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ഇത്തരത്തിലൊരു വലിയ പ്രകടനം USA നിന്ന് ഉണ്ടാകുമെന്ന് ഒരു ക്രിക്കറ്റ് ടീമിയും കരുതിയിരുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ 13 ഓവറിൽ 77 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിൽ തകർന്നു നിൽക്കുകയായിരുന്നു ഇന്ത്യ. സൂര്യകുമാർ യാദവിന്റെ ഒരു 84 റൺസ് പ്രകടനമില്ലായിരുന്നെങ്കിൽ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ തന്നെ തകർന്നു പോയി. നമുക്ക് എന്തായാലും ഇപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കുഞ്ഞു ആരാധകർ ചേരുന്നുണ്ട്. ഹായ് ബ്രോ, ഹാവ് യു വാച്ച്ഡ് ദ മാച്ച്? I watched the match. It was very good. I liked the match. So in the match, it was like full of fear. Like we did not know who was going to win until the last ball. It was any man's game. I personally feel that Suryakumar played very well. He played exceptional, even though he's the captain. He had his cool. He did not fear anybody. He made a massive amount of runs. I really like him personally, and I would like to say that Paji and Siraj, they hit the maximum amount of wickets, and I would really like to thank them for this feat. But in batting side, we have some little disappointment, right? Yeah, like Abhishek Sharma and Golden duck. yeah, Shivam Dube also golden duck. I would like Rinku Singh also didn't play well, but like the bowling, they kept their cool. They got the victory, so I'm happy. But we hope we will bounce back. What? We hope we will bounce back. Yes. Okay. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മുടെ കൊച്ചു ആരാധകർ ഈ ഒരു വിജയം പങ്കുവച്ചത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ച തുടക്കമെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് USA-ക്കെതിരെ ഒരു 29 റൺസിന്റെ വിജയമൊന്നും ഇന്ത്യക്ക് പോരാ. 161 റൺസാണ് ഇന്ത്യ നേടിയത്. 9 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിൽ ആദ്യത്തെ 8 പേരും ഏറ്റവും മികച്ച ബാറ്റർമാരായ ഇന്ത്യയാണ് USA-ക്കെതിരെ 9 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രത്യേകത. മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരെ മുഹമ്മദ് സിറാജ് മടക്കിയെങ്കിലും മധ്യനിരയിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം USA നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും എല്ലാം ചേർന്ന് അവരൊരു വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഇന്ത്യ ഒരു 29 റൺസിന്റെ ഒരു വിജയം ആഘോഷിക്കുകയായിരുന്നു. ജയേഷ് പുക്കോട്ടൂർ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആരാധകരുടെ പ്രതികരണങ്ങൾ ലഭ്യമാക്കുകയായിരുന്നു. 2020 ലോകകപ്പിൽ ഇന്ത്യ ജയത്തോടുകൂടി തുടങ്ങുകയാണ്. 29 റൺസിനാണ് അമേരിക്കയെ തോൽപ്പിച്ചത്. അമേരിക്ക തോറ്റെങ്കിലും അവരുടെ പ്രകടനം മോശമായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് താരതമ്യേന ദുർബലരായ ഒരു ടീമാണ്, ഇന്ത്യക്ക് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും, വലിയ റൺമല സൃഷ്ടിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ്. പക്ഷേ അതിന് സാധിച്ചില്ല എന്നുള്ള നിരാശ ബാക്കിയാണ്. പക്ഷേ വിജയത്തോടെ തുടങ്ങാൻ സാധിച്ചതിൽ വലിയ സന്തോഷം, ആഹ്ലാദവും ഉണ്ട്. തീർച്ചയായും.